ഇതൊരു ഫൺ ഡേ ആയിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ ആദ്യത്തെ ഷൂട്ടിന് പോയത് പനമ്പള്ളി നഗറിലാണ്. നല്ല ചൂടല്ലേ. ആദ്യത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഉപ്പ് സോഡ പറഞ്ഞു. എന്റെ വീഡിയോ ആദ്യം എടുത്തു കഴിഞ്ഞുകൊണ്ട് ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പൊ അടുത്തുള്ള ഈ ഒരു അക്വേറിയത്തിൽ ഫോൺ വെച്ചിട്ട് മീനിനെ എന്നെ ഫോട്ടോ വീഡിയോ കിട്ടുമോ ഞങ്ങൾ പരീക്ഷിച്ച് നോക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ അങ്ങനെ എടുത്ത് നോക്കി. നമുക്കത് കാണാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ ബാക്ക് ക്യാം ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഷോ ഒക്കെ ഇറക്കി ഞാനിങ്ങനെ മീനോട് സംസാരിക്കുന്ന പോലെയൊക്കെ നിന്നു. പക്ഷെ ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോഴേക്കും നല്ല വൃത്തികേടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നും കിട്ടിയില്ല ഷോർട്സ്. അപ്പൊ പനമ്പള്ളിയിലെ ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശന്ന് തുടങ്ങി. അങ്ങനെ ഇടപ്പള്ളിയിലുള്ള അറേബ്യൻ പാലസിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പൊ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. അറേബ്യൻ പാലസ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മന്തി സെർവ് ചെയ്യുന്ന റെസ്റ്റോറന്റുകൾ ഒന്നാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് എന്താ കഴിച്ചതെന്ന് ഓർക്കുന്നില്ല, അതിന്റെ ടേസ്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇന്ന് ഇവർ പറഞ്ഞത് സ്പൈസി ചിക്കൻ മന്തിയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. ആ ചിക്കനൊക്കെ ഉണ്ടല്ലോ നല്ല ജ്യൂസി ആയിരുന്നു. സ്പൈസി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും സ്പൈസി ആയിട്ട് തോന്നിയില്ല കേട്ടോ. എനിക്ക് കഴിക്കാവുന്ന അത്ര എരിവളായിട്ടാണ് തോന്നിയത്. ഇവരിത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ എന്ത് മന്തിയാന്ന് ചോദിച്ചില്ലായിരുന്നു. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവരടുത്ത് ചോദിക്കുമായിരുന്നു എന്താ നിങ്ങൾ ഓർഡർ ചെയ്ത്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന്. കാര്യം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒരു ഫുൾ മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ലുലുലെ ഫൺട്യൂറയിലേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത് ഈ ഫൺട്യൂറ എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഗെയിംസും റൈഡ്സ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ വലിയ ആൾക്കാർക്കും ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി റൈഡ്സ് അവിടെ ഉണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെയുള്ള റൈഡ്സ് ഒക്കെ കാണുമ്പോഴേക്കും നമുക്ക് നല്ല എക്സൈറ്റ്മെന്റ് തോന്നും അല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ അത്ര എക്സൈറ്റ്മെന്റ് തോന്നാറില്ല. കാര്യം എനിക്ക് ഹൈറ്റ് പണ്ടേ പേടിയാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കറങ്ങുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ എന്റെ തല കറങ്ങും. അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ റൈഡ്സിലൊന്നും കയറില്ല, എനിക്ക് പേടിയാന്ന്. പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു റൈഡിൽ കയറി. നമ്മുടെ ട്രെയിനിന്റെ റൈഡിലാണ്ടോ ഞാൻ ആദ്യം കയറിയത്. അങ്ങനെ ഞാൻ കയറിയെന്നല്ല, എന്നെ നിർബന്ധിച്ച് കയറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എന്താ പേടിച്ചിട്ട് ഞാൻ കണ്ണ് തുറന്നേ ഇല്ല. റൈഡിൽ മൊത്തം ഞാൻ കണ്ണ് കൂട്ടിയിരിക്കുന്ന വീഡിയോസ് ആണ് അവർക്ക് കിട്ടിയത്. ഫൺട്യൂറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബമ്പർ കാറാണ്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്താട്ടോ ഞാൻ ഓടിച്ചത്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ബൗളിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് 10 റൗണ്ട് ആയിരുന്നു ബൗളിംഗ്. പക്ഷെ 5 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ബോറടിച്ചു. കാര്യം ഞങ്ങൾക്ക് ബൗളിംഗ് അത്ര പിടിയില്ല. വീഡിയോസ് കുറച്ചും കൂടി ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ തന്നെ 7 മണി 7:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള ഗൈസ്. ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.